വിളിച്ചൊന്നും ഉണ്ടാവില്ല. അത് പ്രശ്നം. വിളിച്ചതെന്തല്ല അത് വേണ്ട. ഒന്ന് മതി ഒരു കപ്പല്ല 100 രൂപ പറഞ്ഞേ. നമ്മളേ കക്ക മേടിച്ചിട്ടുണ്ട് കേട്ടോ. കക്ക എന്നിട്ട് ശരിയാക്കിയിട്ട് വേണം നമ്മൊന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. നമ്മൾ സ്ഥിരം പറഞ്ഞ ആളൊന്നും വന്നില്ല. ഞാൻ ഒന്ന് നോക്കി, അപ്പൊ പിന്നെ ചേറ്റി വന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും മേടിച്ചിട്ടുണ്ട്. കക്ക മാത്രല്ല കല്ലുമ്മക്കായ ഉണ്ട്. പക്ഷെ ഇത് മതി, അത് നന്നാവാം. പിന്നെ നന്നാക്കിയതുണ്ട്, അത് പിന്നെ വേണ്ട. അത് നന്നാക്കണാകുമ്പോ കുറച്ചും കൂടി രസം ഉണ്ടാവില്ല കാണാൻ. അത് കാരണം പിന്നെ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കഴിച്ചിട്ടും കുറെ കാലമായി. നല്ല മഴയാണ്. നല്ല മഴയത്താണ് ഇപ്പം കക്ക പിടിച്ചു വന്നത്. അപ്പൊ നമുക്ക് റെഡിയാക്കാൻ പരിപാടി നോക്കാം. ഈ കക്ക ഉണ്ടല്ലോ, ഈ 2-3 വട്ടം കഴുകണം. എന്നിട്ട് വേണം ഇത് തിളപ്പിക്കാനൊന്ന്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഈ കക്ക അങ്ങനെ വിരിഞ്ഞ് വരുള്ളൂ. പിന്നെ അത് നമ്മൾ പിന്നെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്, അതിന്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 വട്ടം ആദ്യം കഴുകാം. ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വലിയ കക്കയാണ്. അപ്പോൾ കാമ്പ് കുറച്ച് കൂടുതലുണ്ടാവും. മറ്റേ ചെറിയ കക്ക കിട്ടും, അതാകുമ്പോൾ പണി കൂടുതല. അതങ്ങനെ ഒലിച്ച് വരുമ്പോൾ പണി കുറച്ച് കൂടുതല. ഇതാകുമ്പോൾ നമുക്ക് വലിയ കക്കകളാണ് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു വട്ടം കഴുകാം. ഇത് കഴുകിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി. കാരണം അതിൻ്റെ അടിയിൽ മണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ അത്രയും കുറച്ചുകൂടി സുഖമാണ്. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോഴേ ഇത്തിരി മേലെന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ വേറെ പാത്രത്തിൽ മാറ്റി വെക്കാം. ഞാൻ ഇപ്പോൾ വാഴയുടെ ഇലയിലേക്കാണ് ഇത് മാറ്റിയേക്കണത്. നമ്മുടെ വാഴയുടെ ഇല വേറെ പാത്രം എനിക്കെടുത്തല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് എടുത്താണ്. അപ്പോൾ ഇതിനടിയിൽ മേലങ്ങളിൽ എടുക്കുമ്പോൾ ഇതിലുണ്ടായിരുന്ന മണ്ണും കരടൊക്കെ അടിയിലേക്ക് ഇറങ്ങിക്കോളും. ഒരു വട്ടം ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വട്ടം ജസ്റ്റ് ഇങ്ങനെ മണ്ണ് പോയിക്കോട്ടെ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, 2 വട്ടത്തോ നമ്മൾ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കഴുകുക. ഇതിൽ മണ്ണൊന്നുമില്ല. ഓക്കെ, വേണ്ട. ഇത്തിരി കരടുണ്ട്, അപ്പോൾ അത് നമുക്ക് കളയാം. ഇത് ആവശ്യമില്ല. മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരട് ടേസ്റ്റ് പോയി. പിന്നെ നമ്മൾ ആ കുറ്റം ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നന്നായി കഴുകുക. അപ്പോൾ നോക്കിയാൽ ഒരു വട്ടം കൂടി അങ്ങോട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഒരു വട്ടം കൂടി ഞാനത് കഴുകിയിട്ടുണ്ട്. ഇനി വെള്ളം വാറ്റി കളഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം തിളച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോഴാണ് ഇത് പൊട്ടുക. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ആദ്യം ഗ്യാസ് കത്തിക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അവർ 5 മിനിറ്റ് തിളക്കട്ടെ. ജസ്റ്റ് അത് ആവിയിൽ തന്നെ വന്നിട്ട് വിണ്ട് വരും. അപ്പോൾ നമ്മൾ വിണ്ടതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അടച്ചു വെക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ ഒരുവിധം കക്കൊക്കെ വിണ്ട് വന്നിട്ടുണ്ട്. ഇല്ല, ഇതിൽ തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുഴുവനൊക്കെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടാണ്. ചൂടാറിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ ഞാൻ ഇപ്പോൾ വിലയുള്ള കാരണം അതിലേക്ക് ഇടാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കോളും. പുറത്തിരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ചൂടാറിക്കോളും. എന്നിപ്പോൾ മുടക്കല്ലേ. അപ്പോൾ പിന്നെ ഇത് മെനക്കെട് പിടിച്ച പണിയാണ് ഇത്തിരി. കാരണം ഇത് ഉടർത്താനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇത് കക്ക അടർത്തിയത് മേടിക്കാൻ കിട്ടും. തൊണ്ടടർത്തിയത് തന്നെ അവിടെ മാർക്കറ്റിലുണ്ട്. നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മേടിക്കണില്ല. കാരണം ഒരു വട്ടം മേടിച്ചിട്ട് തന്നെ അത് അത്ര ചൂടായില്ല, പഴകിയിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പുതിയത് ഇങ്ങനെ തന്നെ മേടിച്ചു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ കാലമായി ഞങ്ങൾ കക്ക മേടിച്ചിട്ട്. അപ്പോൾ കക്ക കഴിക്കാറുണ്ട്. അവിടെ ഒക്കെ പോയാൽ കക്കയുടെ സമൂസ ഉണ്ടായിരുന്നു, അത് കഴിക്കും. പക്ഷേ വീട്ടിലിങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി, വർഷങ്ങളായി എന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച അത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ഇതിപ്പോൾ സുഖമായിട്ട് എടുക്കാൻ കിട്ടും, മറ്റേ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ വേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടുക. നമ്മളത് മാറ്റിയത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഓക്കെ അല്ലേ, സുഖമായിട്ട് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങോട്ട് പോരുകയാണ്. ഇതുള്ള സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഇത്തിരി മെനക്കെടുണ്ട്. ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നന്നാക്കിയത് മാത്രമേ മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ ഇത്തിരി പഴക്കമൊക്കെ ഉണ്ടാവും ചെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഫ്രഷ് കിട്ടും. ഇത് എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചത്. പക്ഷേ ഞാനത് കക്കയായിട്ട് തന്നെ മേടിച്ചു. നമുക്കപ്പോൾ തിളപ്പിച്ചിട്ട് ഇതെടുക്കും. ഇത് 2-3 പേര് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഞാനിപ്പോൾ ഇത് അവള് വീഡിയോ എടുക്കണം. അപ്പം ഞാനത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഒരു ഇത്തിരി വേസ്റ്റാണുള്ളൂ. ചിലവർ കളയും, ചിലവർ കളയില്ല. ഇതിനിപ്പോൾ ഒരു തരി വേസ്റ്റേ ഉള്ളൂ. ചില നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ആ വേസ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ മതി. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ കണക്ക് തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലായ കാരണം ഇങ്ങനെ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് സബോള, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, തക്കാളി, പിന്നെ സാധനങ്ങൾ
ഒരു 1.5 സബോള എടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ കുറച്ചുള്ളൂ അത്. അപ്പോൾ തക്കാളി ഉണ്ട്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതിൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമ്മളിപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല, കാരണം ഇപ്പോൾ തേങ്ങ വില കൂടി, അപ്പോൾ കാരണം തേങ്ങ ഇല്ല. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല, അല്ലാണ്ട് വെക്കാം, തേങ്ങാക്കൊത്ത് ഇട്ടിട്ടും വെക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രൈ പാനാണ്, അപ്പോൾ അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിക്കുക. എന്നിട്ട് പിന്നെ നമ്മളെടുത്ത് കടുക് പൊട്ടിക്കുക. കടുക് ആവശ്യക്കാർ പൊട്ടിച്ചാൽ മതി, കടുകിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് അത് ചെയ്യേണ്ട. ഞാനിവിടെ ഏതായാലും കുറച്ച് കടുക് ഇടുന്നുണ്ട്, നമുക്ക് ആ ടേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് കടുക് കേട്ടോ. ഓക്കെ, ഈ ഒരളവ് കടുക് ഇടുന്നുള്ളൂ. അപ്പോൾ കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ തീ ലേശം കൂടുതലാണ്, അപ്പോൾ എല്ലാവരും തീ കുറയ്ക്കുക. അതിന് തന്നെ വെളിച്ചെണ്ണ വറ്റിപ്പോവും. അപ്പോൾ തീ ലേശം കുറച്ചിട്ട് കടുക് നന്നായി പൊട്ടട്ടെ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതും ചതക്കണില്ല, ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അതൊന്ന് ആയി വരുമ്പോൾ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ തവ എടുത്തിട്ട് പിന്നെ ഒപ്പം തന്നെ പിന്നെ വെളുത്തുള്ളി ഇടാം. നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇടാം. ഞാൻ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മൂത്തിട്ടുള്ള ഒരു മണം വരും, പച്ചമണം വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇല അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി ഇത് മൂക്കട്ടെ കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കണം. സബോള ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ആയിക്കോളും. അപ്പോൾ ബാക്കി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒരു 1.5 സബോളയാണ് എടുത്തുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിളകും ഇട്ട് കൊടുക്കുക. ഇനി ഈ സബോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് വാടിക്കോളും. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടട്ടെ. അത് നല്ലൊരു ഗോൾഡൻ കളർ വരണം. അപ്പോൾ അത് വരെ അതൊന്ന് ചെറു തീയിൽ ഇരുന്നിട്ട് ഒന്ന് വാടട്ടെ. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും ആയതിനു ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ ആ കുത്തുമണം ഒന്ന് മാറണ വരെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ്. പിന്നെ നമുക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ മതി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ചൂടാക്കുക. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായി ചൂടാവട്ടെ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം, നല്ല കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടും എടുക്കണ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും ഇത് കൂടുതലും കുറവും വരുത്തുക. ഇവിടെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ തന്നെ ഇതിന് ചെറിയൊരു പുക പോലെ വരും. അപ്പോൾ നിങ്ങൾ ഇതായിട്ടുണ്ട്. ഞാനൊന്ന് ഇതിൽ തക്കാളി നമ്മൾ മുറിച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാനുണ്ട്. ഞാൻ തക്കാളി ഇടാം നമുക്ക്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ കരിയാതെ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരണ വരെ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് വലുതുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ചാറ് ആയി വരും. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ തക്കാളി ഉടനോടന്ന് വന്നോളൂ. ഇതൊന്ന് ഉടയട്ടെ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉടഞ്ഞ് ചെറിയൊരു ഗ്രേവി പോലെ ആയി വരും. അപ്പോൾ ഇത് നമ്മളെ തക്കാളിയും സബോളൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ അപ്പോൾ നല്ല ഗ്രേവി ഉണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിലൊഴിക്കുക. ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഇതിലൊഴിക്കുക. 1 സ്പൂണ് ഗരം മസാല. ഇത് ഓൾറെഡി ആ നേരത്തെ ഇടണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ അത് ആഡ് ചെയ്യാണ്. കുറച്ച് ഗരം മസാല. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ലേശം കുരുമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളക് നമുക്ക് ഇതേപോലെ. അപ്പോൾ നമ്മൾ ഗരം മസാല പൊടി ഇട്ടു, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി. ഇനി ഗ്രേവി വേണവർക്ക് ഇതിൽ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുക. ഞാൻ തക്കാളി വേകുമ്പോൾ തന്നെ ലേശം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പെട്ടെന്ന് ഉടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ ഗ്രേവി മതി. ഇനി നമുക്ക് കക്കിറച്ചിടാം. അപ്പോൾ നമ്മൾ കക്ക അതിലിടുകയാണ്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിക്ക് വെച്ച കക്ക
ഇതിലിടുകയാണ്. അപ്പോൾ തീ നന്നായി കുറച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാത്തിനും ഒരു മസാല പിടിക്കുന്ന രീതിയിൽ കുറച്ച് അധികം നേരം ഇളക്കി കൊടുക്കുക. എല്ലാത്തിനും ഒരു ഇത് വരില്ല, എല്ലാം മിക്സായി നമുക്ക് തോന്നണ വരെ ഇതാക്കി കൊടുക്കുക. ഉപ്പ് അതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കി വെക്കുക. അത്യാവശ്യം ഉപ്പ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ സബോള വാടുമ്പോൾ തന്നെ വാടി കഴിഞ്ഞിട്ട് ഗ്രേവി ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നോക്കുക. ഇനിയിപ്പോൾ പോരാന്നുണ്ടെങ്കിൽ ഈ നേരത്ത് നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളെ ഇതായിട്ടുണ്ട്. ചെറുതീയിൽ വെച്ചപ്പോൾ 5 മിനിറ്റ് മതി, അധികം വേവില്ല. അത്ര നമ്മൾ ഓൾറെഡി തിളപ്പിച്ചതാണ് ഈ സാധനം, അപ്പോൾ പിന്നെ അധികം വേവില്ല. ഫസ്റ്റ് ആയിട്ടുണ്ട് ചെറിയ ഗ്രേവി. ഇനി ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരണവർക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുരുമുളക് പൊടി ഇടുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പിന്നെ തുറന്ന് വെച്ചുകൊണ്ട് നല്ല ഇത്തിരി തീ കൂട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നോളും. നമ്മൾ ചിക്കൻ ചുക്കൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്തിരി മസാല ഗരം മസാല ഇടുക. തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ തന്നെ അത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വരും. നമുക്കിപ്പോൾ ഈ പാകത്തിന് വേണ്ടത് ഒരു റോസ്റ്റ് ഗ്രേവി മോഡലായിട്ട്. അപ്പോൾ ഇത് മതി. ഓക്കെ. ഇനിയിപ്പോൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളത്തിന് പകരം നമ്മൾ ഈ കക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും ചിലർ ഇങ്ങനെ ഒഴിക്കും ഈ റോസ്റ്റിൽ. അതായിട്ട് ഇങ്ങനെ അപ്പോൾ നല്ലൊരു അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ വേറൊരു ഇതായി വരും. ആ വെള്ളം തിളപ്പിച്ച വെള്ളം ഇതിൽ ഒഴിക്കാറുണ്ട്. നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിരിക്കണേ, അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിൽ എടുത്തേക്കാം. അപ്പോൾ നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ, കഴിച്ചു ഇത് വരും പറയാം. പ്രമാദം, സാധനം അടിപൊളിയുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും എല്ലാവരും.